നമസ്കാരം സുഹൃത്തുക്കളെ. ട്രംപിന്റെ ചൂതാട്ടം സിറിയ ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. വീണ്ടും ജിയോ പൊളിറ്റിക്സ് രംഗത്ത് സിറിയ തിരിച്ചു വരുന്നു, സെൻട്രൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരികയാണ്. അൽ ജുനാലി അല്ലെങ്കിൽ അൽ ഷറ പല പേരുകളിലും അറിയപ്പെടാം. കൃത്യമായി പറയുകയാണെങ്കിൽ 2015 $10 മില്യൺ തലയ്ക്ക് വിലയിട്ട അൽ ഖ്വയ്ദയുടെ നേതാവായിട്ടുള്ള അൽ ജുലാനി വൈറ്റ് ഹൗസിൽ വന്നു ട്രംപിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, പെർഫ്യൂം അടിക്കുന്നു. നീ ആള് കൊള്ളാമല്ലോ എന്ന് ട്രംപ് പറയുന്നു. ജിയോ പൊളിറ്റിക്സിന്റെ വിരോധാഭാസം. സ്ഥിരമായ ശത്രുക്കളില്ല, സ്നേഹിതന്മാരില്ല, ആവശ്യാനുസരണം ആളുകളെ ഉപയോഗിക്കുക, വലിച്ചെറിയുക. ആരാണ് ജുലാനി? എന്താണ് ഇവനെ കൊണ്ട് ആവശ്യം? ട്രംപിന്റെയും കൂട്ടരുടെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താണ് ജുലാനി കിട്ടാൻ പോകുന്നത്? അത് ഞാൻ പറയട്ടെ. അതായത് ജുലാനി എന്ന് പറയുന്നത് അവിടെ സിറിയയിൽ അസാദിന്റെ കാലഘട്ടം, അസാദിനെ അവിടുന്ന് അട്ടിമറിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലും തുർക്കിയും അമേരിക്കയും കൂടി പണവും ആയുധവും ആളുകളെയും ഒക്കെ തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആണ് ഈ അസാദിന്റെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജുലാനിയും കൂട്ടരും അവിടെ വന്ന് കയറിയത്. കഴിഞ്ഞ വർഷമാണ്. അങ്ങനെ അസാദ് അവിടുന്ന് ഓടിപ്പോയി റഷ്യ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവനൊരു വേറൊരു നീചരാണ്. അങ്ങനെ അവിടെ ഇവരുടെ കോമാളിയായിട്ടുള്ള ജുലാനിനെ കൊണ്ടിരുത്തി. ജുലാനി വന്ന പിറ്റേ ആഴ്ച തന്നെ ഇസ്രായേൽ അതിക്രമിച്ച് കയറി. സിറിയയുടെ നല്ലൊരു ഭാഗം അവർ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഡ്യൂക്സ് എന്ന് പറയുന്ന ഒരാള് പേരൊക്കെ പറഞ്ഞ് 25 കിലോമീറ്റർ, അതായത് ഈ ജുലാനിയുടെ ഭവനത്തിന്റെ കൊട്ടാരത്തിന്റെ 25 കിലോമീറ്റർ അകലെ വരെ ഇസ്രായേൽ സൈന്യം വന്നിട്ട് പുള്ളി ഒന്നും ചെയ്തില്ല, ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാ? ഇവന്റെ കൊട്ടാരത്തിന് മാപ്പുണ്ട്. F-35 ഇങ്ങനെ മോളിൽ കൂടെ പറഞ്ഞ് മൂളി നടക്കുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യം വേറൊന്നും അല്ല. ഡമാസ്കസില്, തലസ്ഥാനമായിട്ട് ഡമാസ്കസില് അമേരിക്കൻ ബേസ് വരാൻ പോകുന്നു, തുർക്കിയും വരാൻ പോവുകയാണ്. നിങ്ങൾ വ്യക്തമാക്കി പറയുക, ഇസ്രായേൽ കഴിഞ്ഞാൽ ഏതാണ് രാജ്യം? സിറിയ. സിറിയ കഴിഞ്ഞാൽ ഏതാണ് രാജ്യം? ഇറാഖ്. ഇറാഖ് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ കരുത്തനായിട്ടുള്ള പുലിക്കുട്ടിയായിട്ടുള്ള ഇറാൻ തന്നെയാണ് ലക്ഷ്യം. അപ്പൊ പലരും പറയുന്നുണ്ട്, അതായത് ഇവര് ലക്ഷ്യം വേറെ ഒന്നുമല്ല. ഇസ്രായേലിന്റെ ഒരു സൈഡ് സേഫായി മാറി. കാരണം ഈ സിറിയ വഴിയാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാവർക്കും ആയുധങ്ങൾ എത്തിച്ചേരുന്നത്. ആരെ? ഇറാൻ. കഴിഞ്ഞ $1 ബില്യൺ ആണ് കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തുവിട്ട പണം പിടിച്ചെടുത്ത്. അതായത് സ്വന്തം നാട്ടിൽ കുടിക്കാൻ ആളുകൾക്ക് വെള്ളമില്ല, വൈദ്യുതി ഇല്ല, ഒന്നുമില്ല. അപ്പോഴോ 1 ബില്യൺ, 1000 മില്യൺ, അതായത് 1 ബില്യൺ കാശായിട്ട് ഹിസ്ബുള്ളയ്ക്ക് എത്തിച്ച പണം. ഒരു ഹിസ്ബുള്ള പട്ടാളക്കാരന്റെ ശമ്പളം ഒരു മാസം $1500, അതായത് 1,25,000 രൂപയാണ്. എല്ലാം കൊടുക്കുന്നത് ഇറാനാണ്. എണ്ണപ്പണം. ചൈനയ്ക്ക് എണ്ണ വിൽക്കുന്നു, രാജ്യങ്ങൾക്ക് എണ്ണ വിറ്റ് ആ പണം ഹിസ്ബുള്ളയ്ക്ക്, ആ പണം അൽ ഷറ പിടിച്ചെടുത്ത് അമേരിക്കയെ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു അംബുശവൻ അവനും കിട്ടും. അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ തീരുമാനമായി. ഒരു സൈഡിൽ ഇസ്രായേലും കടലാണ്, അതിൽ കൂടെ മറ്റേ ഫ്ലോട്ടിലേക്ക് കൂടെ കുറെ ടീമുകൾ വരും എന്നല്ലാതെ വേറെ ആർക്കും വരാൻ പറ്റില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ അവര് അതിൽ മുക്കിക്കൊല്ലും. ഒരു സൈഡ് കടലാണ്, സേഫാണ്. മറ്റേ സൈഡ്, സദേൺ സൈഡ് ഇവിടെയും സേഫായി. കാരണം സിറിയ ഇവരുടെ കളിപ്പാവയായിട്ടുള്ള അൽ ഷറ വന്നിരിക്കുകയാണ്. അതായത് അൽ ഖ്വയ്ദയുടെ ഭാഗമായിട്ടുള്ള അൽ ഷറ അല്ലെങ്കിൽ ജുലാനിനെ എങ്ങനെയാണ് CIA-യും ടർക്കിയും ഇസ്രായേലും കൂടി അവരുടെ ആവശ്യാനുസരണം മനം മാറ്റി എങ്ങനെയൊക്കെയോ മാറ്റി അവരുടെ ആവശ്യാനുസരണം അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. 3 ബില്യൺ ബാരൽ എണ്ണയാണ് സിറിയയിലുള്ളത്. അമേരിക്ക അവിടെ ബേസ് ഉണ്ടാക്കിയാൽ 1 ബില്യണെങ്കിലും മിനിമം 4 വർഷം കൊണ്ട് ഇവിടെ അവരടിച്ചു പറ്റും. ഇതിനെയാണ് പറയുന്നത് ജിയോ പൊളിറ്റിക്സ്. അതിന്റെ സ്ഥിരമായ ശത്രുക്കളില്ല, സ്ഥിരമായിട്ടുള്ള സ്നേഹിതന്മാരില്ല, ആവശ്യാനുസരണം മാറ്റുക. തുർക്കിയും അമേരിക്കയും ഇസ്രായേലും കൂടി സിറിയ കൈയടക്കി. പിന്നെ ഇറാഖ് പറയേണ്ട ആവശ്യമില്ല, ഇറാഖും കൈയടക്കിയിരിക്കുകയാണ്. അധികം വൈകാതെ പുലിക്കുട്ടിയായിട്ടുള്ള ഇറാനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. കാരണം എന്തുകൊണ്ടാണ്? ഇനിയിപ്പോ സിറിയ വരെ സ്വന്തമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തുകൊണ്ടാണ് ജുലാനി അവിടെ. ജുലാനിക്ക് എന്ത് കിട്ടും? ജുലാനിക്ക് പദവി കിട്ടി സിറിയൻ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ്. ലോകം മുഴുവൻ പോകാം. വൈറ്റ് ഹൗസിൽ പോയത് കൊണ്ട് ഇന്നാളെ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. കാരണം വൈറ്റ് ഹൗസിൽ ഇടം കിട്ടിയല്ലോ. സിറിയ എന്ന് പറയുന്നത് ലോകത്തിന് മധ്യത്തിലേക്ക് വരുന്നു, ശ്രദ്ധ ആകർഷിക്കുന്നു. സൗദിയുടെ ഇടയ്ക്കുണ്ട്, സൗദി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പണം ഉണ്ടാക്കാം, ശ്രദ്ധ ആകർഷിക്കാം, കൊട്ടാരം ഉണ്ടാകാം. അങ്ങനെ പല പല സുഖ സൗകര്യങ്ങളായിരിക്കും ജുലാനിക്ക് കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അമേരിക്കയ്ക്ക് ബേസ്, ഇസ്രായേലിന് സുരക്ഷ, തുർക്കിക്കും കുറെ സ്ഥലം, ആ ഭാഗത്തൊരു സ്ഥലം കിട്ടി, എല്ലാവരും ഹാപ്പി.
അതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സിറിയൻ പ്രസിഡന്റ്, 24 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു സിറിയൻ പ്രസിഡന്റ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ആദ്യമായി വരികയാണ്. ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, വലിയൊരു ശ്രദ്ധ. അതായത് ട്രംപിന്റെ ഒരു നീക്കം ആലോചിച്ച് നോക്കുക. ഇതിനാണ് പറയുന്നത് പണമുള്ളവനും അധികാരമുള്ളവനും എന്തുമാകാം, അപ്പന് എവിടെയുമാകാം.